ഒരു വീട്ടിൽ അമ്മ എങ്ങനെയാണോ അതുപോലെ ഒരു നാടിൻ്റെ ആകെ അമ്മയാണ് പുഷ്പാഞ്ജലി. പിന്നെ അമ്മയുടെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ആരോഗ്യ പ്രശ്നം വല്ലാതെ അലട്ടുന്നുണ്ട് അമ്മയെ. കാരണം അമ്മ കട നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് പഴങ്കഞ്ഞിയും ചോറെല്ലാമായിട്ട് ആ സമയത്ത് അമ്മയ്ക്ക് വല്ലാതെ കാലിന് ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങൾ വരുന്നു. പിന്നെ ഷുഗർ കൂടുന്നു. പിന്നെ അതിനുമായി ബന്ധപ്പെട്ട് കുറേ കാലം ആശുപത്രിയിലാവുന്നു. അങ്ങനെ ബുദ്ധിമുട്ട് നടുവിലാണ് അമ്മയുടെ ജീവിതം. പക്ഷേ അമ്മയുടെ കൈപുണ്യം അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് 1-2 വർഷമല്ല, നീണ്ട 20 വർഷത്തിലധികമായി അമ്മ അവിടെ കട നടത്തുന്നു. അപ്പം എന്തായാലും അമ്മയുടെ വിഷയം കാണാം. ബാ. ചമ്മന്തി വേണോ? ചമ്മന്തി പൊടിച്ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നേരും. തുടങ്ങിയിട്ട് എത്ര വർഷമായി ഇവിടെ കട? ഞാൻ ഒരു 26 അല്ല 30 വർഷത്തിന് മുമ്പേ കട വീട്ടിൻ്റെ അടുത്ത് കച്ചവടം തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ട് 26 വർഷത്തോളമായി. അന്നെന്തായിരുന്നു അപ്പോ? അന്ന് അപ്പമൊന്നുമില്ല, ചായ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ ഒരുപാട് വരവ് തുടങ്ങി. അന്നേരം കഴിക്കാനൊക്കെ അന്നേരം ചെറുതായിട്ട് കടികളൊക്കെ മേടിച്ച് വെച്ച് ചെറുകടിയൊക്കെ വെച്ച് അങ്ങനെ ചായ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ കാപ്പി ഉണ്ടാക്കി. കാപ്പി കഴിഞ്ഞപ്പം പിന്നെ ചോറ് വേണമെന്നായി. പിന്നെ ചോറാക്കി. ഇപ്പൊ ചോറ് നിർത്തിയാതിട്ട് ഇപ്പം ഞാൻ ചോറ് വെക്കുന്നില്ല കളെ. കാപ്പി മാത്രം 10-11 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ കാപ്പി തീരും. വീട്ടിൽ നിന്നാ കുക്കിങ്? വീട്ടിൽ നിന്ന് കറിയൊക്കെ ഇപ്പം വെച്ചോണ്ട് വരും. പിന്നെ ഇവിടെ വന്ന് ചായ ഇടുക, അപ്പം ഉണ്ടാക്കും. ഇത്രയോ. നമ്മൾ മെയിൻ ആയിട്ട് എന്താ? അപ്പവും ചമ്മന്തി, പപ്പടം, കടലക്കറി, മുട്ടക്കറി, ചില ദിവസങ്ങളിൽ ചിക്കൻ, ബീഫ്. ഇവിടെ നിന്നാണ് രാവിലെ വന്ന് കാപ്പി കുടിക്കുന്നത്. നല്ല വെറൈറ്റി ഐറ്റങ്ങളാണ് എല്ലാ ദിവസവും ഉള്ളത്. പിന്നെ ശനിയാഴ്ച ബീഫുണ്ട്, ഞായറാഴ്ച ചിക്കനുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, വലിയ പൈസയില്ല. എന്നാലും ഇവിടെ വരുമ്പോൾ നല്ല വൈകുന്നേരത്ത് ഫുഡ് കഴിക്കാം, നല്ല രുചിയാ. ചേച്ചി വരുന്നില്ല, ഞങ്ങൾ ഇവിടെ എത്തും. വന്നിട്ട് കണ്ടില്ലെങ്കിൽ വിളിക്കും, ഫോണിൽ എന്ത് ചേച്ചി കാണുന്നില്ലയോ അന്നേരം പറയും. പണിയോ ഉള്ളതാണെങ്കിലേ വേറെ ഇവിടെ കടയില്ലെങ്കിൽ ഞങ്ങൾ കഴിക്കത്തില്ല, ഞങ്ങൾ നേരെ വീട്ടിൽ. ഇത് ഇവിടെ ആകുമ്പോൾ എൻ്റെ അടുത്തില്ല, അമ്മമാരുടെ അടുത്ത് എങ്ങനെ അയക്കുന്നത് എന്നതുപോലെ എൻ്റെ അടുത്ത് കുസ്തിയാ. നമുക്ക് നേരത്തെ പരിചയപ്പെട്ട 2 പേര് തമിഴ്നാട്ടുകാരാണ്, പഴനി നിന്ന ആൾക്കാരാണ്. അവരെല്ലാ തിങ്കളാഴ്ചയും കളക്ഷന് വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അപ്പം കഴിക്കാതെ പോവില്ല. അതായത് അമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ പവറാണ് കേട്ടോ. പിന്നെ അത് കൊടുക്കുന്ന രീതിയുണ്ട്. എടാ കഴിക്കടാ, അങ്ങനെയൊക്കെ ഒരു രീതിയാണ് അമ്മയുടെ. അതായത് നമ്മളെ വീട്ടിൽ അമ്മ നമ്മളെങ്ങനെ നോക്കുന്നോ ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓ, അമ്മ കഴിച്ചാ? ഇപ്പൊ കഴിക്കാം. മക്കള് കഴിച്ചിട്ട് അമ്മക്ക് വയറ് പറയും. അപ്പോഴേ അമ്മയുടെ ഫേവറേറ്റ് സ്പെഷ്യൽ ഐറ്റം ഇത് ഉണ്ടെങ്കിൽ മിക്കവാറും എല്ലാരും പറയും ഇത് മതിയെന്ന് പറയും. ഈ അപ്പം ചമ്മന്തിപ്പൊടി വല്ലാത്തൊരു കോമ്പിനേഷൻ. എന്തായാലും കോമ്പിനേഷൻ കിടക്കും ചെയ്തു. ചമ്മന്തിക്ക് മുമ്പ് ചമ്മന്തി. ഇന്നിപ്പോ ചിക്കനും കടലയാ? ചിക്കനും കടലയാ. നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ചിക്കൻ കറി. കൊട്ടാരക്കരയിൽ നിന്ന് അടൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കലപുരം ാണ് നമ്മുടെ കട. ഞാൻ 7 മണി 7 അമ്മ തുറക്കും. 10 മണിയാകുമ്പോൾ അമ്മ അടച്ച് അമ്മ വീട്ടിൽ പോകും. ആരോഗ്യമാണ് പ്രശ്നം. ഇപ്പോൾ ആരോഗ്യമാണ്. ഈ കാലം 54%, ഇതിനകത്ത് 76% രക്തോട്ടേ ഉള്ളു. രക്തോട്ടം കുറവാണ്. പക്ഷേ കണ്ണിന് സുഖമില്ല, കണ്ണിന് ഷുഗർ കൂടി ലേസർ അടിച്ചോണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് പോയി. എനിക്ക് എല്ലാ അസുഖം, കണ്ണിന് അസുഖം, കാലിന് അസുഖം. ഇങ്ങനെ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു ചിരിച്ചു ഇങ്ങനെ പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് മറ്റൊരാൾ വയറ് നിറച്ചും കഴിക്കണം, അവരുടെ സംതൃപ്തിയാണ് എൻ്റെ സന്തോഷം. വയറും നിറയും, കണ്ണും നിറയും, മനസ്സും നിറയും, കണ്ണും നിറഞ്ഞു എഴുതും. അമ്മ പറഞ്ഞ പോലെ അമ്മയ്ക്ക് കഴിക്കാൻ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുന്നവർ കഴിക്കണം, അവരെ വയറ് നിറണം, മനസ്സിറണം. അപ്പൊ അമ്മയുടെ കണ്ണവിടെ നിറയും. അങ്ങനെയല്ല അമ്മ അല്ലേ? ചിരിച്ചോട്ട് കഥ പറഞ്ഞിരിക്കുക കേട്ടോ. എന്തായാലും തക്കടെ വിട്ടേക്കട്ടെ. അമ്മ ഒരു ടാറ്റ പറഞ്ഞേക്കൂ. ടാറ്റ.